ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഡ്രാഗൺ ചിക്കൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇപ്പം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തിന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാനിവിടെ. ചിക്കൻ ബ്രസ്റ്റ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ജസ്റ്റ് വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷമാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 അല്ലെങ്കിൽ 3 ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു തിൻ സ്ലൈസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇതൊക്കെ മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 to 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 to 3 ടേബിൾ സ്പൂണ് സോയ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മുട്ട ഉടച്ച് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ പർപ്പസ് ഫ്ലോറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഓൾ പർപ്പസ് ഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു 20 to 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ മാഗ്നേറ്റ് ചെയ്തതൊക്കെ നന്നായിട്ടൊന്ന് ചിക്കൻ്റെ മേലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതേപോലെ ഒന്ന് ഓയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ എടുക്കണം. ചിക്കൻ വെന്തിട്ടില്ലേ എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പം ബാക്കിയുള്ളതും എല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ ബാച്ച് ചിക്കൻ കൂടി ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഡ്രാഗൺ ചിക്കൻ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഒന്ന് കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഓനിയനാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് നമുക്ക് 1 to 3 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1 ടീസ്പൂണോളം ഹോട്ട് സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബെൽ പെപ്പർ റെഡും അതുപോലെ തന്നെ യെല്ലോ കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നേർങ്ങനെയായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്നട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം അധികം കുക്കാവേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ള സിമ്പിളായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെസിപ്പിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. വേറൊരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഡ്രാഗൺ ചിക്കന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ എള്ള് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കൊറിയാണ്ടർ ലീവ്സ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ